ഒരു താരം കളിക്കളം വിടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ കോച്ച് അയാളെ വണങ്ങുന്നുണ്ടെങ്കിൽ, ബൗ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ മഹത്വം എത്രത്തോളമായിരിക്കും. സ്വീഡനെതിരെ ഒരു ബ്രേസങ്ങ് നേടി മിന്നും പ്രകടനം നടത്തിയിട്ട് കിലിയൻ എംബാപ്പെ കളിക്കളം വിടുമ്പോൾ ദിദിയ ദശാം എന്ന പരിണിത പ്രജ്ഞനായ മഹാരഥനായ കോച്ച് കിലിയൻ എംബാപ്പയുടെ മുമ്പിൽ വണങ്ങുകയാണ്. വാവ്! ഈ ടീമും എംബാപ്പയും ഞെട്ടിക്കുകയാണ്. ഇതൊരു വെടിച്ചില്ല് ടീമാണ്. ഈ വേൾഡ് കപ്പിൽ അവരെ തടയാൻ ആരുണ്ട് എന്ന ചോദ്യമായിരുന്നു. അങ്ങ് പൊളിച്ചെടുക്കുന്നു. ഫാന്റാസ്റ്റിക് ഫോർ, അവരുടെ മുന്നേറ്റ നിര വല്ലാത്തതാണ്. ഗോളും അസിസ്റ്റുമായിട്ട് തേരോട്ടം നടത്തുകയാണ്. എംബാപ്പെ 6 ഗോളും 2 അസിസ്റ്റുകളുമായി ടോപ്പ് സ്കോറർ ലിസ്റ്റിൽ അവർ ഒന്നാമതാണ്. ഒസ്മാൻ ഡംബലെ 4 ഗോളും 2 അസിസ്റ്റുകളുമായി. മൈക്കൽ ഒലീസയ്ക്ക് 5 അസിസ്റ്റുകളായി. വാഡ്ലി ബർക്കോളക്ക് 2 ഗോളും 1 അസിസ്റ്റുമായി. ഇതിനിടയ്ക്ക് ഡിസിയ ഡു അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ടീം, ഈ മുന്നേറ്റ നിര, ഇത് വെടിച്ചില്ല് നിരയാണ്. നോക്കുക, ഇവരടിച്ച ഗോളുകളുടെ ഒരു കണക്ക് നോക്കിയാൽ തുടർച്ചയായിട്ട് 5 മത്സരങ്ങളിൽ വേൾഡ് കപ്പിൽ 3 അതിലധികമോ ഗോളുകൾ നേടുന്ന ആദ്യ ടീമായിട്ട് അവർ മാറിയിരിക്കുന്നു. കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ അർജൻറ്റീനയ്ക്കെതിരെ 3-3, പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് കാര്യങ്ങൾ തീരുമാനമായത്. ഈ വേൾഡ് കപ്പിൽ സെനഗലിനെതിരെ 3-1, ഇറാഖിനെതിരെ 3-0, നോർവേക്കെതിരെ 4-1, സ്വീഡനെതിരെ 3-0. എല്ലാ കളികളും 3 അതിലധികമോ ഗോളുകളാണ്. ഫാന്റാസ്റ്റിക്. എംബാപ്പെ 7ാമത്തെ മത്സരത്തിലാണ് വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ മൾട്ടി ഗോളുകൾ അടിക്കുന്നത്, ഒന്നിലധികം ഗോളുകൾ അടിക്കുന്നത്. ഇനി ദിദിയ ദശാമോ വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ നോക്കൗട്ടിൽ ഏറ്റവും അധികം വിജയങ്ങൾ നേടിയ കോച്ചായി മാറിയിരിക്കുന്നു, 9 വിജയങ്ങൾ. അപ്പോൾ പിന്നെ എംബാപ്പെ നോക്കൗട്ടിൽ ഏറ്റവും അധികം ഗോളുകൾ അടിക്കുന്ന താരമെന്ന റെക്കോർഡിലേക്ക് സാക്ഷാൽ റൊണാൾഡോ ഫെനോമിനോയെയും അതുപോലെ ബ്രസീലിൻ്റെ മറ്റൊരു ഇതിഹാസം ലിയോണിഡാസിനെയും മറികടന്നിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ പൊളിച്ചങ്ങടുക്കുകയാണ് ഫ്രാൻസും കിലിയൻ എംബാപ്പയും. ഈ നിരയെ തടയാൻ ആരുണ്ട് എന്നതാണ് ചോദ്യം.